ഗുഡ് മോർണിംഗ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. 1 ഡേ ഫുഡ് ചലഞ്ച്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രി ഡിന്നർ വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുകയാണ്. വായോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. മാവെടുത്തു. മാവിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് അത് കുഴയ്ക്കണം. വെളിച്ചെണ്ണ ഒന്നും ഞാൻ എണ്ണയൊന്നും ചേർക്കാറില്ല. സാധാരണ കൊളസ്ട്രോളൊക്കെ കൂടുന്നത് കൊണ്ട് വെള്ളം മാത്രം ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിക്ക് സാമ്പാറാണ്. അത് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. നെക്സ്റ്റ് ടൈം ഞാനത് വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ്. ചപ്പാത്തിക്ക് മാവ് കുഴച്ചു. കുഴച്ച് വെച്ചതിന് ശേഷം മാവ് കുഴച്ച് കഴിഞ്ഞു. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. ചായക്ക് പാലെടുത്തു. 1 കവർ പാല് തികയത്തില്ല, അതുകൊണ്ട് കുറച്ചുകൂടി പാലൂടെ എടുത്ത് സാധാരണ ചായയുടെ കൂടെ ലൈറ്റായിട്ട് എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ വിശക്കും താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബിസ്ക്കറ്റോ റസ്കോ അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ചെറുകടിയോടെ കൂടിയാണ് ചായ കുടിക്കുന്നത്. അതിന് ശേഷമേ പിന്നീട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ ഒരു പതിവ് ഇവിടെ വീട്ടിലുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ചായ ഗ്യാസിലേക്ക് വെച്ചു. ചായ പാല് തിളച്ചു. ഞാൻ സാധാരണ ഇഞ്ചിയോ ഏലക്കയോ ഇട്ടാണ് ചായ ഇടുന്നത്. കാരണം നമുക്ക് തൊണ്ടയ്ക്ക് വേദനയോ ഒരു ചുമയോ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. ചായക്കൊരു ടേസ്റ്റും കിട്ടും. അതുകൊണ്ട് ചായ തിളച്ചു. ഇനി ചായപ്പൊടി ഇടുകയാണ്. പാല് തിളച്ചു. തേയിലപ്പൊടി ഇട്ടു. ചായ അരിച്ച് കപ്പിലേക്ക് ഒഴിച്ചു. ഇനി അത് എല്ലാവർക്കും ഗ്ലാസ്സിലേക്ക് പകരണം. എനിക്കും മക്കൾക്കും ഷുഗർ മതി. അച്ചാൻ വിത്തൗട്ട് ആയതുകൊണ്ട് ഷുഗറിൻ്റെ ആവശ്യമില്ല. പകർന്ന് ഇനി അത് എല്ലാവർക്കും ടേബിളിലേക്ക് കൊണ്ടുപോയി എല്ലാവരും അവിടെ ഇരുന്നാണ്. മോൾക്ക് മാത്രം അവൾക്ക് ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾക്ക് ലൈറ്റ് തേയില ഇടാതെ പാലായിട്ടാണ്. ഞങ്ങൾ 4 പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. മമ്മി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇന്ന് ബിസ്ക്കറ്റാണ് ചായയുടെ കൂടെ കടിയായിട്ട് ഉള്ളത്. പിന്നെ അച്ചാന് ചായ കൊണ്ട് കൊടുത്തു. പിന്നെ മോന് ചായ കൊടുത്തു. കഴിക്കാൻ ചായയുടെ കൂടെ ബിസ്ക്കറ്റാണ്. അതിനുശേഷം ഞാൻ ചപ്പാത്തിയുടെ അത് ബോളാക്കി ചെറിയ ചെറിയ ബോളുകളാക്കുകയാണ്. ബോളാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് പരത്താൻ എളുപ്പമാണ്. പിന്നെ ഈ ചപ്പാത്തി എന്ന് പറയുന്നത് പൊറോട്ടയായിട്ടും ഉണ്ടാക്കാം. നമുക്കകത്ത് എണ്ണ തൂത്ത് നാളായിട്ട് മടക്കി അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം കൊളസ്ട്രോളോ ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഒത്തിരി എണ്ണ കൂടുതലാകണ്ടെന്ന് കരുതി ഞാൻ എണ്ണയില്ലാതെ വെള്ളത്തിൽ തന്നെ കുഴച്ച് അങ്ങനെ തന്നെയാണ് അത് പരത്തി അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ മാവ് വെള്ളത്തിൽ തന്നെ കുഴച്ചതുകൊണ്ട് എണ്ണയിൽ നമ്മൾ പ്രത്യേകിച്ച് എണ്ണ തേച്ചില്ലെങ്കിലും ഇത് പരത്തുമ്പോൾ നല്ല മയമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എണ്ണ തൂക്കാതെ തന്നെ ഇത് ചട്ടിയിലിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അത് എനിക്ക് കൈക്ക് ഇച്ചിരി വയ്യാഴിക ഉള്ളതുകൊണ്ട് മോളാണ് ചപ്പാത്തിയെല്ലാം പരത്തി തരുന്നത്. പരത്തി ഞാൻ ഉണ്ടാക്കുകയാണ്. ഈ ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്നൊരു ഹോളിഡേ. പെർഫെക്റ്റ് ഷേപ്പൊന്നുമില്ല എൻ്റെ ചപ്പാത്തിക്കെന്ന് പറഞ്ഞാൽ. സാധാരണ നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ടാക്കുന്ന റൊട്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പൊക്കെ വരും. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള വലിയ ഷേപ്പൊന്നും വരത്തില്ല. പിന്നെ കറി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കറിക്ക് വേണ്ടി പ്രത്യേകിച്ച്, കാരണം ഇന്ന് അവധി ദിവസമാണ് സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് സ്കൂളൊന്നും ആർക്കും പോകണ്ടാത്തതുകൊണ്ട് ലേറ്റായിട്ട് എഴുന്നേൽക്കുകയുള്ളൂ. മറ്റേ സ്കൂളുള്ള സമയം എന്ന് പറഞ്ഞാൽ 5 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേറ്റ് 8:30 ആകുമ്പോൾ എല്ലാവർക്കും സ്കൂളിൽ പോകണമല്ലോ, മക്കൾക്ക് 2 പേർക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ലൈറ്റ് കടിയായും ചായയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-10:30 ആകും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി വരുമ്പോൾ. കാരണം പ്രത്യേകിച്ച് അച്ഛനല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും എങ്ങും പോകാനില്ലല്ലോ, ഇവിടെ തന്നെ ഇരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് താമസിക്കുന്നത് ഇന്ന്.
അപ്പോൾ ഓർത്തു ഇന്നൊരു ഫുഡ് വീഡിയോ ഇടാമെന്ന് ഒത്തിരി ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു, പക്ഷേ സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഇന്നോർത്ത് ഇന്നൊരു ശനിയാഴ്ച ദിവസം അല്ലേ, മക്കളും വീട്ടിലുണ്ടല്ലോ, ഇന്നൊരു ഫുഡ് വീഡിയോ ആയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രി ഡിന്നർ വരെയുള്ളത് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കി കാണിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കഴിക്കാൻ സമയമായപ്പോൾ സാമ്പാറും എടുത്ത് ചൂടാക്കി വെച്ചു. ചപ്പാത്തി കാസറോളിലാക്കി ടേബിളിൽ കൊണ്ടുവന്നു. മോൻ എൻ്റെ കൂടെ കഴിക്കുന്നത് കൊണ്ടാണ് 3 പ്ലേറ്റ്. അച്ഛനും ഞാനും മോളും, മോനും ഞാനും ഒരു പ്ലേറ്റ്, അങ്ങനെ 3 പ്ലേറ്റ് എപ്പോഴും ഇവിടെ വെക്കാറുള്ളൂ. അങ്ങനെ കറിയൊക്കെ ഒഴിച്ചു. കാരണം രാവിലെ ചപ്പാത്തിയുടെ ചായ നേരത്തെ കുടിച്ചതുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെ വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. പിന്നെ താഴെ നമ്മുടെ പറമ്പിൽ പുളി ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ വരെ പോയി ഞാനതെല്ലാം പെറുക്കിക്കൊണ്ട് വന്ന്, പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ ആകുമ്പം അമ്മയൊക്കെ ഇത് പുളി പെറുക്കിക്കൊണ്ട് വന്ന് ഇതിങ്ങനെ പൊളിച്ചിങ്ങനെ വെക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിനകത്തെ ആ ചെറിയ അതിൻ്റെ ആ കുരു പോലെയുള്ളത് ഒരു പുളിരസമാണ്, അത് കഴിക്കാറുണ്ട്. നിങ്ങളാരെങ്കിലും അതൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം നമ്മുടെ മക്കളോടൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും ഇതൊന്നും അറിയില്ല. ഞാനാണെങ്കിലും അന്നൊക്കെ വായി വെച്ച് അതിൻ്റെ ആ ടേസ്റ്റ് എനിക്കിഷ്ടമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. പുളിയെല്ലാം കൊണ്ടുവന്ന് പൊളിച്ച് അത് ഇപ്പോഴത്തെ ഒരു ഷിഗല്ല അതുപോലുള്ള അസുഖങ്ങൾ, വവ്വാലാണല്ലോ നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ പരത്തുന്നത്. പേരയ്ക്കയിലും പുളിയിലും ഒക്കെ ഈ വവ്വാൽ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് അങ്ങനെ ഒന്നും വായി വെക്കാൻ പറ്റത്തില്ല. ഞാനിത് കൊണ്ടുവന്ന് ഇതെല്ലാം ചീത്തയായിട്ടുള്ള ഭാഗമെല്ലാം മുറിച്ച് കളഞ്ഞ് ഇത് വീണ്ടും ഞാൻ കഴുകി ആയിട്ടാണ് പൊളിച്ച് അത് പീസാക്കി വെയിലത്ത് വെക്കുന്നത്. ഇപ്പോൾ ഈ മഴ സമയമായതുകൊണ്ട് വെയിലധികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മുകളിൽ ഒരു നെറ്റ് വലിച്ച് കെട്ടിയിട്ട് തട്ടിൽ മുകൾ ഭാഗത്തായിട്ട് പുക കൊള്ളിച്ചാണ് കൂടുതലും ഉണക്കുന്നത്. ഇപ്പോൾ 1.5 കിലോയോളം, ഞാൻ ഒത്തിരി നാളായില്ല, അധികം താമസിച്ചാണ് പോയി പെറുക്കാൻ തുടങ്ങിയത്, തീരാറായായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കുറച്ച് പുളി, 1 കിലോ പുളി എനിക്ക് ഉണങ്ങി ഞാൻ വെച്ചു. ബാക്കി പിന്നെയും പച്ച കിട്ടുന്നത് ഞാനെടുത്തിങ്ങനെ ഡെയിലി മഴ സമയമായതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഉണങ്ങാൻ. എന്നാലും തട്ടുമ്പുറത്തോട്ടിട്ട് മുകളിലോട്ടിട്ട് ഇത് പുക കൊള്ളിക്കാമെന്ന് വിചാരിച്ചാണ്. ഞാനും മക്കളും കൂടിയാണ് താഴെ, ഞാൻ നേരത്തെ പുളി പറിക്കലിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാനും മക്കളുമാണ് താഴെ പറമ്പിൽ പോയി പുളിയെല്ലാം പറക്കി കൊണ്ടുവന്ന് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇതെല്ലാം എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഇന്ന് മീൻകാരൻ വന്നു. തിലോപ്പിയ മീനായിരുന്നു കിട്ടിയത്. ആ മീനത് കറി വെക്കാൻ വലുതായിട്ട് രുചിയില്ല, ഇത് വറക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. 4 എണ്ണം കിട്ടി. ഞങ്ങൾക്ക് 4 പേർക്ക് ഓരോന്ന് വറുത്ത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ വെട്ടുകയാണ്. ഈ മീൻ നേരത്തെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം വെട്ടി കഴുകി, അതിൻ്റെ പരിഞ്ഞലും ഉണ്ട്. പരിഞ്ഞൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ മത്തിയുടെ പരിഞ്ഞൽ പോലോ അങ്ങനെ വല്യമ്മൻ്റെ പരിഞ്ഞൽ പോലുള്ള വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ അതെല്ലാം ഉപ്പും മഞ്ഞളും മുളകും ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പുരട്ടി വെച്ചു. അതിനെ വറക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വറക്കുകയാണ്. കാരണം ഉച്ച കഴിക്കേണ്ട സമയമായി, അവധി ദിവസമായതുകൊണ്ട് മക്കൾക്ക് വിശപ്പൊക്കെ ആയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ ഇച്ചിരി കറിവേപ്പിലയൊക്കെ വിതറി അതൊന്ന് വറക്കുകയാണ്. പിന്നെ വെണ്ടയ്ക്ക കുറച്ചിരുന്ന് അത് ഞാൻ മെഴുക്കുവരട്ടിക്ക് വെച്ചതാണ്. പക്ഷേ അത് ഇച്ചിരി ഇതായതുകൊണ്ട് ഞാനത് തോരൻ പോലെ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് തോരൻ പോലെ ഇങ്ങനെ ആക്കി. അപ്പോൾ മക്കൾക്ക് മുട്ട പൊരിച്ചത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ മുട്ട കൂടെ അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട പൊരിക്കുകയാണ്. എൻ്റെ മക്കൾക്കാണെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് മുളക് കടിക്കും, പേടിയാണ്. അതിന് ഞാൻ നേരത്തെ മുതലേ ഇങ്ങനെ മുളക് പൊടിയും ഇച്ചിരി ഉപ്പ് പൊടിയും മാത്രം ഇട്ടാണ് മുട്ട പൊരിക്കുന്നത്. അപ്പോൾ അത് ചുമന്നിരിക്കും. ഇച്ചിരി സവാളയും കൂടെ അരിഞ്ഞിടും. പക്ഷേ മോനിത് കഴിക്കത്തില്ല. മോനാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുവരാനാണെങ്കിൽ വെറുതെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയും ഉപ്പ് പൊടിയും മാത്രം ഇട്ട് അതിങ്ങനെ തോരൻ ബുർജി പോലെ നമ്മൾ എടുക്കുമല്ലോ, തോരൻ ചിക്കി തൂർത്തി, അത് മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. സവാളയൊന്നും ഇടുന്നത് അവനിഷ്ടമല്ല. പിന്നെ മുട്ട പൊരിച്ചു കഴിയാറായി. മീനും ദാണ്ട് ഏകദേശം വറുത്ത് കഴിയാറായി. ഇപ്പോൾ ഏകദേശം സമയം 1:30 അപ്പോൾ ഊണ് കഴിക്കേണ്ട സമയമായി. അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഫുഡ് കൊണ്ടുവന്ന് ഞാനും മക്കളും, ഞാൻ ഇപ്പോൾ 2 പ്ലേറ്റ് മതി, എനിക്ക് മോനും 1 പ്ലേറ്റ്, മോക്ക് 1. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കൊണ്ടുവന്ന് വെച്ചു. എല്ലാവർക്കും സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ഇച്ചിരി പയർ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ഞാനത് കളയണ്ട. ചാറുകറിയായിട്ടൊന്നും വെച്ചിട്ടില്ല, ഒഴിച്ചു കൂട്ടാനായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ പപ്പടം പൊള്ളിച്ചതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 പേർക്കായിട്ട് ചോറ് വിളമ്പുകയാണ്. എന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്കാണ്. എനിക്കും മോനും 1 പ്ലേറ്റിൽ, അതാണ്
ചോറിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതൽ. പിന്നെ മോൾക്കും. പിന്നെ അത് പയർ മെഴുക്ക് പുരട്ടി. എനിക്ക് നീളൻ ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളയുന്നത് സങ്കടമാണ്. അതുകൊണ്ടാണ് അത് കുറച്ചായിട്ട് ഞാനത് കളയാതെ എടുത്തത്. പിന്നെ വെണ്ടയ്ക്ക തോരൻ. ഞാൻ സാധാരണ തോരൻ വെക്കാറില്ല. അതും ഇതുപോലെ പച്ചമുളക് അധികം ഇടാറില്ല. റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങനെ മെഴുക്ക് പുരട്ടി പോലെ എടുക്കാറുള്ളൂ. പക്ഷേ ഇന്ന് അത് ഒരു വെറൈറ്റി ആയിട്ട് ഒരു തോരൻ പോലെ ആക്കി. പിന്നെ മുട്ട പൊരിച്ചത് ഞാനത് നേരത്തെ ക്രോസായിട്ടിട്ട് വെച്ചത് കൊണ്ട് മുട്ട പൊരിച്ചത് ഒരു പീസായിട്ട് എടുത്ത് വെച്ചു. മീൻ പൊരിച്ചത് പൊള്ളിച്ചത് എടുത്ത് വെച്ചു. പിന്നെ പപ്പടവും ഓരോന്നായിട്ട് എടുത്തു. പപ്പടം അങ്ങനെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. പിന്നെ പൊള്ളിച്ചത് ഇരിപ്പുള്ളത് കൊണ്ട് ഞാനത് ഇരുന്നാലും തണുത്ത് പോകും, കൊള്ളത്തില്ലല്ലോ എന്ന് കരുതി. പിന്നെ മീൻമുട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ പരിഞ്ഞലെന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ അവിടെ എന്താണ് പറയുന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പരിഞ്ഞലിൻ്റെ മുട്ടയെല്ലാം വെച്ചു ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് 4 മണിക്കത്തെ സ്നാക്സിൻ്റെ സമയമായപ്പോൾ ചായ ഇട്ട് ഇച്ചിരി ചക്കയപ്പേരി ഉണ്ടായിരുന്നു. അത് വറുത്തത് അത്ര ശരിയായില്ല, ഇച്ചിരി കരിഞ്ഞൊക്കെ പോയി. പിന്നെ ചക്കയപ്പേരിയും ചായയും ആണ് 4 മണിക്ക് സ്നാക്സായിട്ട്. പിന്നെ രാത്രിയിലത്തേക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കറിയും പുറത്തുനിന്ന് വാങ്ങി. ഇന്ന് പകൽ മുഴുവൻ വീട്ടിൽ തന്നെയാണല്ലോ ഫുഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ടൊരു വെറൈറ്റി. ഇതോടുകൂടി ഇന്നത്തെ ഫുഡ് ബ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. നന്ദി.